സംസ്ഥ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഗ്ലോബൽ എക്സ്പോ നടക്കുന്നത് നമ്മളെല്ലാവരും അറിയുമല്ലോ. ആ എക്സ്പോയിൽ വ്യത്യസ്തമായൊരു സ്റ്റാളുണ്ട്. അവിടെ റോബോട്ടൊക്കെ ഉണ്ട്. ആ റോബോട്ട് എന്തിനാണ് വെച്ചത്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആ സ്റ്റാൾ വെച്ച സംഘാടക സമിതിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹായ്. ഹായ്, അസ്സലാമു അലൈക്കും. ഇസ്ലാം. ഇത് എന്തിനാണ് ഈ റോബോട്ടൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നമ്മൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂൾസ് നിലവിൽ കേരള, കർണാടക, UAE, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലായി 452ഓളം സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും 100-ാം വാർഷികവും അതേപോലെ അൽബിർ സ്കൂൾസിൻ്റെ 10-ാം വാർഷികവും നടക്കുന്ന ഈ വേളയിൽ ഈ എക്സ്പോയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സ്റ്റാളാണ് അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു റോബോട്ട്, അൽബിർ എജു ബോട്ട് എന്ന് പറയുന്ന ഈ സംരംഭം ഇവിടെ സ്ഥാപിച്ചത്. ഒരുപാട് ആളുകൾക്ക് ദിവസേന 10,000-കണക്കിന് ആളുകൾ ഈ സ്റ്റാൾ സന്ദർശിക്കുകയും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടെ പഠന രീതിയിൽ അവരെ ഇത് നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ അൽബിർ സ്കൂളുകളിൽ ടീച്ചർമാർക്ക് ഒരു അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ റോബോട്ടുകൾ എല്ലാ സ്ഥാപനങ്ങളിലും ഈ 452 സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും ഈ സൂറത്തുകളായാലും അതുപോലെ പാഠപുസ്തകങ്ങളും അതേപോലെ ഗെയിമുകളിലൂടെ ഈ കുട്ടികളെ എങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോബോട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്ക് ഈ റോബോട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്ന ആളുകളിലേക്ക് എത്തുന്നതും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സംഘാടക സമിതിയായ മുന്നതിനോട് ചോദിക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ റോബോട്ടിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് അൽബിർ എജു ബോട്ട് എന്നാണ്. അൽബിർ എജു ബോട്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലങ്ങളിൽ അൽബിർ സ്കൂളുകളിലേക്ക് ഈ എജു ബോട്ട് കടന്നു വരികയാണ്. എന്തെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ 2 ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അൽബിറിൻ്റെ സിലബസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇൻജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ആക്കിയിട്ട് കുട്ടികൾക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും, സിലബസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ കോമൺ ചോദ്യങ്ങളോ എന്ത് ചോദ്യം ചോദിച്ചാലും ഈ റോബോട്ട് മറുപടി പറയും. റോബോട്ട് മറുപടി പറയുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും, ഒരു പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ അവരെ സ്വാഭാവികതയിൽ നിന്നും പുതിയ അറിവുകൾ ആകാംക്ഷയോടെ അത് നേടിയെടുക്കും. അതിലൊരു ഫീച്ചറാണ് ഈ AI ഫീച്ചർ. ഇതിനോട് എന്ത് ചോദിച്ചാലും കുട്ടികൾക്ക് മറുപടി പറയുന്ന ഒരു ഫീച്ചറാണ് ഇത് നമ്മളിത് ആഡ് ആക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ സിലബസ് ബേസ് ആക്കിയിട്ട് കുറച്ച് ഗെയിമുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഗെയിമിലൂടെ കുട്ടികൾ പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് വരാതെ തന്നെ ഗെയിം കളിക്കുന്നതോടുകൂടി പുതിയ പുതിയ അറിവുകൾ ആ സ്വാഭാവികതയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് സിലബസ് ബേസ് ആക്കിയിട്ട് തന്നെ ഒരുപാട് ഗെയിമുകൾ ഇതിൽ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫുൾ ടൈം സ്ക്രീനിലാണ്, ഇതിനോട് താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പോൾ ആ സ്ക്രീനിലേക്ക് നമ്മളെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഒരു കാര്യം ആലോചിച്ച് അതിലേക്ക് നമ്മൾ ഈ സിലബസ് ബേസ് ആക്കിയിട്ട് ഒരുപാട് ഗെയിമുകൾ ആഡ് ആക്കിയതാണ്. കുട്ടികൾ ഇത് കളിക്കുന്നതോടുകൂടി അൽബിറിൻ്റെ സിലബസിൻ്റെ ഭാഗങ്ങൾ അറിയാതെ പഠിച്ചു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഫീച്ചർ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ഫേസ് റെക്കഗ്നിഷൻ മെത്തേഡ് ഉണ്ട്. ഒരു പ്രാവശ്യം ഈ ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയോ ആരായാലും പിന്നീട് വരുമ്പോൾ ഈ റോബോട്ട് ഓട്ടോമാറ്റിക് അവരെ റെക്കഗ്നൈസ് ചെയ്ത് അവരെ ഗ്രീറ്റ് ചെയ്യും. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഒരു കുട്ടീൻ്റെ പേര് തൊയ്യബ് എന്നാണെങ്കിൽ അസ്സലാമു അലൈക്കും തൊയ്യബ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, സുഖമല്ലേ എന്ന് റോബോട്ട് ചോദിക്കും. നാലാമത്തെ ഒരു കാര്യം, ഈ റോബോട്ടിന് മൂവ്മെൻ്റ് ഉണ്ട്, ക്ലാസ്സിലൂടെ നടക്കും, സെൻസേഴ്സ് ഉണ്ട്. മുന്നിലൊരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമൻ ബീയിങ്ങോ മുന്നിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക് നിൽക്കും. അപ്പോൾ കുട്ടികളെ മുട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഈ അടങ്ങിയ ഫീച്ചേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ കുട്ടികളുടെ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ആനിമേഷൻ രൂപത്തിലാക്കി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊരു ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റോബോട്ടിൽ ഇത് ആനിമേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ക്യൂരിയസ് ആയിരിക്കും, അത് പ്രത്യേകം പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. പിന്നെ ഉള്ളത്, നമ്മൾ ഖുർആൻ മൊത്തത്തിലാക്കി ആഡ് ആക്കിയിട്ടുണ്ട്. ഖുർആൻ മൊത്തത്തിൽ പ്ലേ ചെയ്യാം. നമ്മുടെ ചെറുപ്പം മുതലേ പഠിച്ച് വരേണ്ട ദുആകൾ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, ഉണരുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ ദിക്റുകൾ എല്ലാം നമ്മൾ ഇതിലെന്തായിട്ടുണ്ട്, ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോൺ സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ബ്രൗസറും ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ അടങ്ങിയ ഈ ഫീച്ചേഴ്സ് ഉൾപ്പെട്ട ഇതിൻ്റെ പേരാണ് അൽബിർ എജു ബോട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഈ സമസ്ത സെഞ്ചുറി ഭാഗമായി നടത്തപ്പെടുന്ന ഗ്ലോബൽ എക്സ്പോയിലാണ് ഇത് നമ്മൾ ആദ്യമായി ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഈ 10 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച്, ഫീഡ്ബാക്ക് വെച്ച്, ഇതിലെ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇതിൽ അപ്ഡേഷൻ വരുത്തിയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സ്കൂളുകളിലേക്ക്, നമുക്ക് 450ഓളം സ്കൂളുകളുണ്ട്, അതിലേക്ക് നമ്മളെന്താവും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് മുഖേന നമുക്കൊരു പുതിയൊരു
ഇനി ഒരു വിപ്ലവകരമായ ഇനിഷ്യേറ്റീവായി ഇത് മാറും ഇൻഷാ അല്ലാ. ആധുനിക കാലത്ത് ഇതുപോലുള്ള സംരംഭങ്ങൾ മുന്നോട്ട് വരട്ടെ. നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗൾഫ് സുപ്രഭാതം.